ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് 5 കാർസ് ഇൻ 20 lakhs. ആ ഒരു 20 lakhs റേഞ്ചിൽ വരുന്ന ഒരു 5 വെഹിക്കിൾസിന്റെ ലിസ്റ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് മഹീന്ദ്ര സ്കോർപിയോ എൻ ആണ് നമുക്ക് പറയാനുള്ളത്. സ്കോർപിയോ അതിൽ എൻ വന്നിട്ട് നമുക്ക് Z4 എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ 2.2 ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിളിന് വരുന്നത്. CRT എഞ്ചിനാണ്. 130 bhp പവറും 300 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ വന്നിട്ട് നമുക്ക് ഒരു 8 ഇഞ്ച് സ്ക്രീനും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ABS, EBD അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എയർ ബാഗ്സ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് ഹോണ്ട എലിവേറ്റ് ആണ്. ഹോണ്ട എലിവേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 14 ലക്ഷം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 20 lakhsനകത്ത് വരുന്നത് നമ്മൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതിൽ വന്നിട്ട് നമുക്ക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. അതിൽ വന്നിട്ട് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ VTയും വരുന്നുണ്ട്. 19 PS പവറും 145 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. പിന്നെ ലെതർ അപ്പോൾസറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ADAS, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ABS, EBD അങ്ങനെയുള്ള എയർ ബാഗ്സ് അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് വരുന്നത് വെർട്ടസ് ആണ്. വോക്സ്വാഗൺ വെർട്ടസ് ആണ്. അതിൽ നമുക്ക് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1.5 ലിറ്റർ GT TSI നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടും. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അതിൽ വന്നിട്ട് നമുക്ക് 148 PS പവറും 250 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 10 ഇഞ്ചിന്റെ ഒരു നമുക്കൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ABS, EBD, എയർ ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, 6 എയർ ബാഗ്സ്, TPMS അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജർ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വെർട്ടസിൽ നമുക്ക് ഒരു 1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. 114 PS പവറും 178 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്കൊരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത്രയാണ് വെർട്ടസിന്റെ ഒരു നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് വരുന്നത് ഹുണ്ടായി വെർണയാണ്. നമുക്ക് ഹുണ്ടായി വെർണ നമുക്ക് SX വേരിയന്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതിൽ വന്നിട്ട് നമുക്ക് 1.5 ലിറ്റർ ആണ് വെഹിക്കിളിന്റെ ഒരു എഞ്ചിൻ വരുന്നത്. അതിൽ നമുക്ക് ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്നുണ്ട്. അതിന്റെ പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 158 bhp ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 253 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് വൈസ് വന്നു കഴിഞ്ഞാൽ ഹുണ്ടായുടെ വെഹിക്കിൾസിന് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കുറവും കാണത്തില്ല. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ്, IVT ട്രാൻസ്മിഷനും വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ്, ADAS ലെവൽ 2 ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണെന്ന് തന്നെ എടുത്തു പറയണം പറഞ്ഞ. അടുത്ത നമുക്ക് വരുന്നത് മഹേന്ദ്ര XUV700 ആണ്. അതിൽ MX എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതിൽ നമുക്ക് 153 bhp 360 Nm ടോർക്കാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ട് 8 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്. ABS, EBD, ഹിൽ ഹോൾഡ്, പിന്നെ നമുക്കൊരു 4 സ്പീക്കേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.